ഇന്നത്തെ ഓണം കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് സിന്ധ്യച്ചിക്കും സന്ധ്യച്ചിക്കും എടുത്ത് മാറ്റി വെച്ച നൈറ്റിയാണിത്. അപ്പോൾ അത് വേണ്ടത്തെ കഷ്ണങ്ങളാണ്. അപ്പോൾ അങ്ങനെ തയ്ക്കാമല്ലോ, ഞാൻ തന്നെ തയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈയൊക്കെ പറിച്ച് റെഡിയാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ 20 കുറച്ച് ഡെയിലി കാണിക്കലുണ്ട്. അതെ, ഇപ്പോൾ 2 ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട്. സാധാ നൈറ്റിന്റെയും ഫ്രോക്ക് നൈറ്റിന്റെയും മറ്റേ സൺഡേ മൺഡേ പിന്നെ ഹൈ ക്വാളിറ്റി നൈറ്റിൽ വൈറ്റ് വന്നിട്ടുണ്ട്. വൈറ്റിൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കളറല്ലേ വൈറ്റ്. പിന്നെ ഫ്രോക്ക് നൈറ്റ് ഇപ്രാവശ്യം പോയത് കിട്ടിയത് പറഞ്ഞാൽ വെറൈറ്റി മോഡൽ ആരും കണ്ടില്ല. ഗോഡൌണിൽ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പർച്ചേസ് ചെയ്ത് പോകാം. രാവിലെ ചെന്ന് വരുന്ന് ഇത്ര ബുദ്ധിമുട്ടി. ഒരു തൊണ്ടൊക്കെ വേദന ഇളക്കി. അപ്പൊ എല്ലാം കൂടി ഇപ്പൊ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ച് റെഡിയാക്കി ഇങ്ങനെ ഭാഗം വെക്കുന്നു. അപ്പൊ അതിങ്ങനെ 2-3 തരുന്നിട്ട് അമ്മക്ക് എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞോ പറഞ്ഞെടുക്ക്. അല്ല ഇന്നത്തെ പരീക്ഷ ഉണ്ടോ? എക്സാം ഉണ്ടോ? സ്കൂൾ തുറന്നിട്ട്. അപ്പൊ ഇനി പൂട്ടിയോ? നാളെ ഉണ്ടോ? നാളെ സ്കൂളുണ്ടോ? അതെന്താ നാളെ? നാളെ മറ്റേ ഒരു എക്സാം അല്ലേ, അതുകൊണ്ടാ തോന്നുന്നുണ്ട്. അമ്മേന്റെ വർത്തമാനം പറഞ്ഞെടുക്കാം, നമുക്ക് പോവാം. അമ്മയ്ക്ക് വേദന കൂടുതലാണ്, വയറിളക്കവും ഛർദിയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ല. നാളെ ഇപ്പൊ കാണിക്കേണ്ട ദിവസം കൗണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകണം. വേദനന്റെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണ്. അപ്പൊ നാളെ കാണിക്കുന്നുണ്ട്. സമാധാനത്തിൽ ഫുള്ള് സമ്മാനം പൊട്ടിക്കലേ. കമന്റ് ബോക്സ് പറയാൻ വയ്യല്ലേ. നമ്മളെ കമന്റ് ബോക്സ് പറയണമെങ്കിൽ ഒരു ഇതിൽ തീരൂല കേട്ടോ. നമ്മളടുത്ത് യൂസ്വാക്ക പറഞ്ഞ പോലെയാണ് അതിന്റെ യാഥാർത്ഥ്യം കിടക്കണേ. നമ്മളടുത്ത് അറിയണവർക്ക് അറിയാം നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ. നമുക്ക് ഒരുപാട് സമ്മാനം കിട്ടിയോണ്ട് വീടായതൊക്കെ ബാക്കി ഓരോന്ന് ആൾക്കാര് ഓരോന്ന് ഇങ്ങനെ പറയാ. ഞങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടി ഒരുപാട് അത്യാഗ്രഹമല്ല. ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് കഴിക്കാൻ ചോറ്, അത് ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. പണ്ടത്തെ കാലം കഴിക്കാൻ പോലും ഇല്ലാത്ത സമയത്ത് അമ്മ ഞങ്ങളെ പണിക്ക് പോയിട്ട് സന്തോഷമായിട്ടും വയ്യാതെ കിടക്കുക. പിന്നെ അപ്പൂസൊന്നും ആയിട്ടില്ല. അപ്പൂസ് ജനിച്ചത് തന്നെ 4 വർഷം, 5ാമത്തെ വർഷത്തിൽ അപ്പൂസ് ഉണ്ടായത്. അതുവരെ ഞങ്ങൾ ഈ ഒരു 3 ആളും അടങ്ങണ ഫാമിലി. അതിൽ അമ്മ പണിക്ക് അതല്ല, ഈ പുതിയ ആൾക്കാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ കമന്റ് ഇട്ട് കൊണ്ട് അതാ ഞാൻ പേരൊന്നും ഓർത്തിച്ചില്ല. സങ്കടം വന്നിട്ടുണ്ട്. എന്നുവെച്ചാല് അമ്മ വീട്ടുപണിക്ക് അന്ന് തൊഴിലുറപ്പില്ല, വീട്ടുപണിക്ക് പോയിട്ട് കൊണ്ട് തന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ബാക്കിയും അല്ലേ ചായക്കടി കൊണ്ടുവരണ നോക്കിയിരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ. അങ്ങനെ ചായക്കടിയും എന്താ ഉള്ളത് കൊണ്ടുവരും. അത് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞതാണ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ദൈവത്തിനെ മറക്കൂല. ആ ഒരു എന്താ പറയാ, ഫുള്ള് ആൾക്കാര് കമന്റാണ്. അതെ, നമ്മൾക്ക് തരുന്ന പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ സാധനങ്ങളുണ്ട്, തിന്നാനുണ്ട്, വെച്ചുണ്ടാക്കാൻ പാത്രങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, കിടക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ക്യാൻസർ പേഷ്യന്റ് വീട്ടിലുണ്ടെങ്കിൽ ദിവസം 20,000 നമുക്ക് യൂട്യൂബ് ചാനൽ അത്ര കിട്ടുമോ? പണിക്ക് പോകാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് നമ്മളത് വടക്കിനി പറയുന്നത്. മലപ്പുറം വടക്കിനി വീട് അതാണ്. ഓരാണ് ഞങ്ങളെ വീഡിയോ ഉണ്ടാക്കി തന്നത്. അന്ന് ഒരു പുറത്തിറങ്ങിയ മനുഷ്യനോട് മിണ്ടാനും കൂടി എനിക്കും സന്തോഷം അറിയില്ല. ഞങ്ങൾ മടിച്ചു നിന്ന സമയം. മടിക്കല്ല, നമുക്ക് അറിയില്ല ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കാൻ സംസാരിക്കാം. കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ അതിനായിട്ട് പിന്നാലെ തകർക്കാൻ നടക്കുന്ന ആൾക്കാർ മാത്രം. അപ്പൊ ഓരാണ് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തുള്ളൂ. എല്ലാവർക്കും ഒരാൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ഓരാണ്. അങ്ങനെ ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മള് വീട് ഉണ്ടാക്കിയത്. നാളെ പോലെ വേദനുണ്ട് സാരല്ല കേട്ടോ. അപ്പൊ ആ റൂമത്തെ ലൈറ്റ് അങ്ങനെയൊക്കെ സംഭവമല്ലേ. നമ്മള് ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ള പ്രതിഫലം നമുക്ക് തരുമ്പോ അതിന്റെ 10 ഇരട്ടി തരും. എനിക്ക് കണ്ടാണ്ട് ചില ആൾക്കാർ കണ്ടു കടിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്താ പറയാ, ഞങ്ങള് 2 ആളും കഴിഞ്ഞ സാഹചര്യം അങ്ങനെയായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ വന്ന വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കൊരു വീടായി പതിച്ചിട്ട്. പിന്നെ ഞാൻ കൊഞ്ചാണ് അതും കൂടി അല്ലാതെ പറയാണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും നമ്മളെ നാട്ടിലുള്ളൂ. പിന്നെ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ യൂട്യൂബിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഓർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്.
അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നമ്മളെ പെരുമാറ്റം നമുക്ക് ഇനി കുറേ സാധനങ്ങൾ വന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെയാണ് എന്റെ ഒരു പെരുമാറ്റ ശൈലി. അത് കൊഞ്ചലായിട്ട് ആരും എടുക്കരുത് കേട്ടോ. അപ്പൊ വന്നു അപ്പൊ ഞങ്ങളിങ്ങനെ മടക്കിയും വെച്ച് നിൽക്കട്ടോ. ശരിയാ എന്ത് കാണിച്ചെടുത്ത സമ്മാനം തന്നെ ഇത്ര പ്രശ്നങ്ങളോ. അപ്പൊ ആ വൈറ്റില് കട്ടി കൊടുത്താൽ ഇതാണ് നമ്മൾക്ക് ഇന്ന് വന്ന ഫ്രോക്ക് നൈറ്റ് ഇട്ടത്. ഈ നെക്കില് ഇഷ്ടംപോലെ ഉണ്ട് നല്ല വെറൈറ്റി കളറുകൾ. ഒന്ന് കാണിച്ചു തരാം അല്ലേ. അപ്പൊ നമ്മളടുത്തുള്ള നൈറ്റുകൾ ഇതെല്ലാം ഇന്ന് വന്നതാണ്. ഇതൊക്കെ ഇതിൽ കാണാറ് ക്ലിയർ ഉണ്ടാവട്ടെ. നേരിട്ട് കാണുമ്പോൾ ഇതിപ്പോ ലൈറ്റിന്റെ കമ്മിയുണ്ട്. ഇതാണ് ഫ്രോക്ക് നൈറ്റ്. ഫ്രോക്ക് നൈറ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കണേ. ഇത്ര ഇറക്കമുള്ളതാണ് ഉണ്ടാവുക. നൈറ്റ് പോലെ നമുക്ക് രാത്രി എപ്പോഴായാലും നമുക്ക് ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒക്കെ പിന്നെ വന്നത് ഇങ്ങനത്തെ കയ്യിലാണ്, പപ്പ് കയ്യിലാണ് പൊള്ളച്ച് നിക്കണേ. പിന്നെ കാണിക്കണ്ട അങ്ങോട്ട്. എന്താണ് അതിന് ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ കണ്ടിട്ടോ. ഇതിന് വേറെ മോഡല്, അതിന്റെ കുറെ കളർ ചേഞ്ച് കേട്ടോ. കളറുള്ള പിന്നെ ഇതിന് കളർ ചേഞ്ച് ഉണ്ട്. ഒന്ന് എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സന്തോഷം വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു ഒരു മഞ്ഞയ്ക്കും കിടക്കണ്ടോ. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം വലിയ കവറാണ്. നാളെ കൊറിയർ പോകാനുള്ളത്. ഇത് രാവിലെ ഇവിടെ ഉണ്ട്. ഇനി കുറെ ഓർഡർ ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് എനിക്ക് തന്നത്. ഇതിന്റെ വെറൈറ്റികൾ ഇഷ്ടംപോലെ. ഇത് ഞാന് ഒന്നും കാട്ടണ്ടാക്കി ഇങ്ങനെ ഇടാനേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇടണം വിചാരിച്ചത്. പക്ഷെ ഇനിയിപ്പം കുളിക്കേണ്ട സമയത്ത് ഇതിൽ അയക്കാക്കണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇത് പിന്നെ എനിക്ക് ഈ ഹൈനെക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അല്ല ഞാൻ എടുത്തത് അവിടെ അവിടെ ഉള്ളില്ല. അപ്പൊ ഇതാണ് ഹൈനെക്ക് പറഞ്ഞിട്ട് ഒരു സ്മോക്കില് എന്താ ഹൈക്വാളിറ്റിയാണ്. ഇതൊക്കെ ഒരു ഡ്രസ്സിന്റെ പേരാണത്. ഇത് കളർ ഇത്തിരി ഉള്ളു. പറഞ്ഞിട്ട് കാര്യം ഇത് വലിച്ച് അങ്ങനെ നീണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കും. ഫ്രണ്ട് ബാഗ് ഒക്കെ ഉള്ളിൽ പരസ്യം കാട്ടി കൊടുത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ മോഡല് ലേസ് ആണത്. ഇങ്ങനെ വലിച്ച് പരത്തിയിടാണ്. ഞങ്ങൾ എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട കൊറേ ഒക്കെ രസമുള്ളാക്കണ ഇഷ്ടം പോലെ ഉണ്ട്. മാമ്പഴ കളർ അത് പിന്നെ അജറക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫുൾ നെയ്റ്റിന് ഇതിപ്പോ സ്റ്റോക്ക് തന്നെ ഒരുപാട്. പിന്നെ അറിയാം ഇത് ഫുള്ള് അത് കാട്ടി കൊടുത്ത ഇത് ഫുള്ള് ഹൈ ക്വാളിറ്റിയില് കാണിച്ചു കൊടുത്ത സൺഡേ മൺഡേ നൈറ്റ്. അപ്പൊ ഞാൻ ഇതിന് കളർ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് കാണിച്ചാൽ എനിക്ക് ഈ നല്ല കളറിനോട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ സൺഡേ മൺഡേ നൈറ്റ് ഇതൊക്കെ നമുക്ക് ഇപ്പൊ സെയിൽ ആയതാണ്. ഇതൊക്കെ സെയിലാട്ടോ. ഇതൊക്കെ സെയിലാണ്. ഇതൊക്കെ ഒന്നിടുന്ന പീസാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മള് സ്റ്റാറ്റസ് ഇട്ടപ്പോ സെയിൽ ആയതാട്ടോ. ഇതൊക്കെ സെയിലായി. ഇത് സെയിലായതാ. പ്രത്യേക തരം ക്ലോത്ത് ആണ്. ഇതൊക്കെ പോയി. തുണിമ ഉള്ള ഇതൊന്ന് കാട്ടി കൊടുത്താ എന്നാലും ഒന്ന് കാണിക്കാല്ലേ. അത് കാട്ടി കൊടുത്ത നല്ല ഹൈ ക്വാളിറ്റി ആട്ടോ. അത് കാരണം ഇത് വെച്ചാല് നമ്മളെ നിക്ക് ഇതിന്റെ കഴുത്തില് പൈപ്പിങ്, ഇവിടെയൊക്കെ പൈപ്പിങ് വരുന്നുണ്ട്. നല്ല സ്റ്റിച്ചിലാണ് വന്നിട്ടുള്ളത്. കയ്യിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോ തന്നെ ഒരു വൃത്തിക്ക് നോക്കി. പിന്നെ ക്ലോത്ത് ആണ്, ക്ലോത്ത് ആണ്. ഇതിപ്പോ സെയിൽ ആവുമെന്ന് അറിയില്ല. ചിലപ്പോ സ്റ്റാറ്റസ് വീഡിയോ കണ്ടിട്ട് അപ്പൊ തന്നെ വന്നാല് 5 പീസ് ഉണ്ട്. പല കളറുണ്ട് ഇതില്. നീല, ചുവപ്പ്. പിന്നെ അജറക്കില് ഇതാ വന്നിട്ട് ഈ നെക്കില്. നിങ്ങൾ എന്തെങ്കിലും സ്പീഡിൽ പറയണേ. ആൾക്കാർക്ക് വേഗം കാട്ടി കൊടുത്താ നമ്മളെ പരസ്യം കണ്ട് ചടക്കരുതേ. ഇത് അജ്രക്ക് പറഞ്ഞ സാധനമാണ്. പീസ് അജറക്കില്. പിന്നെ ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന്. ഇതൊക്കെ സെയിൽ ആയതൊക്കെ എടുത്തച്ചാ അങ്ങോട്ടില്ല കംപ്ലീറ്റ് പോയതാ. പിന്നെ വന്നിട്ടുള്ള ഒരു സൺഡേയില് ഹൈ ക്വാളിറ്റി കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി തുണിയാണ്. കുറഞ്ഞ മുതൽ ലാസ്റ്റ് ഹൈലൈറ്റ് വലിയ റേറ്റ് വരെ ഉണ്ട് നമ്മളെ കയ്യില്. അതിന്റെ ബ്ലാക്ക് ആണ്. പിന്നെ എന്താ ചോദിച്ചാൽ ഇതിനൊന്നും കംപ്ലൈന്റുകൾ വരില്ല. കംപ്ലൈന്റുകൾ ഒന്നാ റിട്ടേൺ അയക്കാം. അതാണ് ഒന്നാമത് പറയുന്ന കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ തരാം. എന്താ വെച്ചാൽ നമ്മൾ ഓൺലൈൻ ഇങ്ങനെ പരിപാടി ആയതുകൊണ്ടേ നമ്മളെ ബ്ലോഗിലൊന്നും ആൾക്കാർ പ്രശ്നം വരും. പിന്നെ നമ്മളെ കച്ചവടം പൂട്ടും. അപ്പൊ നല്ലത് മാത്രമേ കൊണ്ടുള്ളൂ. അപ്പൊ നമ്മളെ കളക്ഷൻ ആണ്. കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. കാണിച്ചു തരാൻ നടക്കുന്നില്ല. സാധാരണ ഐറ്റം ഒരെണ്ണെങ്കിലും കാണിച്ചു തരാൻ സമാധാനം ഉണ്ടാവില്ല. ഒക്കെ നല്ല കളർഫുൾ ആട്ടോ. ഇത് സിബ് ഇല്ലാത്തതാണ്. മുൻവശത്ത് സിബില്ല. നോക്കിയേ ഇങ്ങനത്തെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കോട്ടൺ. ഫ്രോക്ക് നൈറ്റ് പറഞ്ഞാൽ 100ഓളം ഐറ്റംസ് ഫ്രോക്ക് നൈറ്റ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിങ്ങനെ കാണിച്ചു തരാം. എങ്ങനെ പറയാ, ചില ആൾക്കാർ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തേ. ഇതൊക്കെ ഉണ്ട് കേട്ടോ കളർ ചേഞ്ചുകൾ. പലതൊക്കെ അല്ല നെക്കിലാ വന്നത്. ഇഷ്ടം ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ കളർ ചേഞ്ചുകൾ.
ഇവിടെ നിന്ന് നല്ല രസമുള്ള ഇതിൻ്റെ അടിയിൽ അതൊക്കെ ഒരു വെറൈറ്റി മോഡലാട്ടോ അല്ലേ? അപ്പൊ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെടുക്കൊരു മെസ്സേജ് അയക്കാം. തൊണ്ട ഭയങ്കര വേദന. എന്തെങ്കിലും മരുന്നുണ്ടോ? ചുക്ക് കാപ്പി ഇന്നലെ നമുക്ക് കരച്ചേച്ചി ഏട്ടനും വന്നപ്പോൾ കൊടുത്തിരുന്നു കരിപ്പെട്ടി, അതിട്ടിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കിയിരുന്നു. പിന്നെ അന്ന് കരച്ചേച്ചിക്ക് കൊണ്ടിട്ട് തന്നിട്ടുള്ള റാഗി പൗഡർ വെച്ചിട്ട് ഞങ്ങള് പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് കുറുക്കി കൊടുക്കാനാണ് വിചാരിച്ചത്. അപ്പൊ അമ്മ അറിയാം കുറുക്ക് വേണ്ട, എന്നും ഇതന്നെയല്ലേ കുടിക്കുന്നത്, അപ്പൊ ഒന്ന് പുട്ട് മതി പറഞ്ഞിട്ട് പുട്ടുണ്ടാക്കാം. അപ്പൊ സത്യത്തിൽ ഇങ്ങനത്തെ പുട്ട് ഞങ്ങൾ നിന്നിട്ടില്ല, ഈ പൊടി കൊണ്ടുള്ളത് കേട്ടോ. ഇതിന്റെ നൂഡിൽസ് പോലത്തതില്ലേ അത് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പറഞ്ഞു ഫസ്റ്റ് ചാക്ക് പൊട്ടിക്കാണ്, കടയിൽ ഇറങ്ങിയിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. അപ്പൊ ആ ചാക്കത്തെ ഫുള്ള് ഞാൻ വലിച്ച പുതിയത് തിന്നാൻ ഈനക്ക് ഇത് ചതുരല്ലേ കംപ്ലീറ്റ് തരാൻ പറഞ്ഞു. 7 മണിക്കൊന്ന് വരയ്ക്കൽ തുടങ്ങി. നമുക്കാണെച്ചാല് ഒരു 2.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. പിന്നല്ലേ നമ്മളൊക്കെ കരച്ചേച്ചിന്റെ കാര്യം നമ്മൾ ഫസ്റ്റും പറഞ്ഞു, ഇടയിൽ പറഞ്ഞു, ഇപ്പൊ ലാസ്റ്റിക്കും പറയുമ്പോണ്ട്. അപ്പൊ ഒന്ന് നമ്മളൊരു കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ കരച്ചേച്ചിക്ക് ഒരേ ഒരു മോനും ഒരു മരുമോളും ഉണ്ട്. അപ്പോലെ കാര്യം ഇന്നലെ നമ്മള് എന്താ പറയുന്നേ കുടുംബം പരിചയപ്പെട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ നമ്മളെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. അരവിന്ദ് എന്നാണ് മോന്റെ പേര്, ഐശ്വര്യ എന്നാണ് മരുമോളെ പേരിട്ടാ. ഇതൊക്കെ പറയണ്ടേ, നമുക്ക് എന്തെങ്കിലും ഒന്നും കൊണ്ടിക്കൂടെ? ഇതൊക്കെ എന്റെ അടുത്തിട്ട് മാക്സികളായിട്ട് കണ്ടില്ല, ഇതൊന്നും കളറും പോലെ എല്ലാം അറിയാം. പക്ഷെ സിന്ധിയച്ചി ഇപ്പൊ പറയില്ല, പിന്നെ പറയും. അപ്പൊ ഓൾക്ക് രണ്ടാക്കും നമ്മളെ കുടുംബത്തിന്റെ വക പ്രത്യേകം ഹായിയാണ് ഇട്ടില്ല. അപ്പൊ എന്താ ഇങ്ങനെ നമുക്ക് കൂടുതൽ ബ്ലോഗ് എടുക്കാൻ സമയമില്ല, കാരണം നമുക്ക് കണ്ടില്ലേ വാട്സാപ്പിൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളെ സന്തോഷമൊക്കെ അറിയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇന്നലെ പിന്നെ അങ്ങനെ ആ വീഡിയോ എടുക്കലൊക്കെ ആയപ്പോ നമ്മള് പേരൊക്കെ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഒരു ഹായ് കൊടുത്ത അരവിന്ദ് ഏട്ടനും ഐശ്വര്യ ചേച്ചിക്കും ഹായ് കേട്ടോ. അപ്പൊ നമ്മളെ വ്ളോഗ് കുറെ നീണ്ടു പോകണം, നമുക്ക് കുറെ പരിഭവം പരാതികളൊക്കെ പറയാനുണ്ട്. നമുക്ക് മനസ്സിലൊരു മുഷിപ്പ് വരണം, കാരണം ചില ആൾക്കാരെ സ്വഭാവം വെച്ച് നോക്കിട്ടേ, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒപ്പം അന്നും ഇന്നും ഒപ്പം ഉണ്ട്. പിന്നെ അതല്ല നമുക്ക് അത്രയും കമന്റ് ഇട്ടതിന്റെ ബാക്കില് ഓൽക്കുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു ചേച്ചി ഏട്ടനാന്ന് അറിയില്ല, ഞങ്ങൾ ആ സങ്കടപ്പെട്ട കമന്റ് വായിക്കുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് വലിയൊരു താങ്ങായിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സമാധാനമുണ്ട്. അതെ, പിന്നെ അടുത്തറിഞ്ഞിട്ട് നമ്മളെ മനസ്സ് വായിച്ച് പറഞ്ഞ പോലെ. പിന്നെ അന്ന് യൂസ്ഫാക്ക കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിലൊക്കെ ഒരു മനസ്സിൽ ഇപ്പോഴൊരു സമാധാനം. കാരണം നമ്മളെ അവസ്ഥ പറഞ്ഞപ്പോ അറിയാലോ, ഇപ്പൊ ഞങ്ങളാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമാണ്, അറിയാലോ, എല്ലാവർക്കും അറിയാം. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്റെ പേര് കിച്ചൺ ഞാൻ പറയേണ്ടതില്ലേ, ഇനി എന്തെങ്കിലും കമ്പനി ഇട്ട ആൾക്കാരെ പിന്നെ കൂടുതൽ പാവല്ലേ പോട്ടെ. അതിനെന്ത് ഇത്ര അമ്മോട് ഇത്ര ദേഷ്യം അവനോട്? പിന്നെ ഇതൊക്കെ സ്റ്റിക്കർ ഇട്ടാണ് ദേഷ്യം പിടിക്കുന്ന ചിഹ്നിട്ടുണ്ട്. അപ്പൊ അത്ര നമ്മളെയൊക്കെ നേരിട്ട് കണ്ട എന്താ കാട്ടോ? ഞാൻ വിചാരിക്കത് നമ്മളെ കണ്ട അടിച്ചു കൊല്ലണ ദേഷ്യം. അതല്ല, അതിന്റെ കുട്ടികളോടൊക്കെ ഇങ്ങനത്തെ പോലെ, അച്ഛനോട് അമ്മയോട് കുട്ടികളോടൊക്കെ ഇങ്ങനത്തെ പോലെ വീട്ടിലൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. എന്താ ഒരു കാര്യം കൊണ്ട് അധികം അത്യാഗ്രഹിക്കണില്ല, അഹങ്കരിക്കണമില്ല, ഒന്നുമില്ല. നമ്മളെ പാട്ടിനെ എങ്ങനെ വെക്കണുണ്ടായി. അതങ്ങനെ നടക്കുന്ന സ്ത്രീകളാ പോട്ടെ. അതങ്ങനത്തെ പെണ്ണുങ്ങളാണ്, അല്ലാതെ അങ്ങനെ ബുദ്ധിക്ക് വെളിവുള്ളവർ ഇങ്ങനെ പറയും. അപ്പൊ അതന്നെ നമ്മളെ പരിഭവം തീരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങളെപ്പോഴും ചിരിച്ചിട്ടും ഈ സംസാരം കൊഞ്ചലും ചിരിയും കളി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉള്ളതാ. അല്ലാതെ ഈ 5-6 വർഷമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ അഭിനയിക്കുന്നതാണ് വെച്ചാൽ ഈ 5-6 വർഷം ഒരേപോലെ നമുക്ക് അഭിനയിച്ചുകൊണ്ട് പോകാൻ കഴിയില്ലല്ലോ. പോട്ടെ. അപ്പൊ മനസ്സിലാക്കണവര് നമ്മളൊപ്പം എപ്പോഴും ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥന, എന്നും കൂടെ ഉണ്ടാവണം. അപ്പൊ നമുക്കിനി നാളെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.